കൊച്ചി ചെല്ലാനം കണ്ടക്കടവിൽ ഇന്നലെ രാത്രി ചുഴലിക്കാറ്റ് വീശി 3 വീടുകളുടെ മേൽക്കൂര തകർന്നുപോയി. രാത്രി 2 മണിയോടെയായിരുന്നു ശക്തമായ കാറ്റ് വീശിയത്. നമുക്ക് ആദ്യം ആ ചെല്ലാനത്തെ ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആൻമരിയ സണ്ണി ചെല്ലാനത്ത് നിന്നും തത്സമയം ചേരുന്നു. ആദ്യം നമുക്ക് ലഭിച്ചത് 3 വീടുകളിൽ നിന്നാണ്. പക്ഷേ ഈ ഭാഗത്തുണ്ടായിരുന്ന 5 വീടുകൾക്ക് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഭാഗികമായിട്ടും വീടുകളെല്ലാം തകർന്ന നിലയിലാണ്. താമസയോഗ്യമല്ലാത്ത രീതിയിൽ വീടുകൾ തകർന്നിട്ടുണ്ട്. ഏകദേശം ഇതിലൊരു 1:15-2 മണി ഈ സമയത്തിനിടയിലായിട്ടാണ് ഈ ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നത്. ആളുകളൊക്കെ വീട്ടിലുണ്ട സമയമാണ്. പക്ഷേ പരിക്കുകളൊന്നും ആർക്കുമില്ല എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം ചെറിയൊരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ആളുകളെല്ലാം ഭയന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. 7 ആളുകൾ താമസിക്കുന്ന വീടുകൾ വരെയുണ്ട്. ഇവർ മുഴുവൻ ആളുകളും ആ ഒരു ഭയത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് എന്തായാലും രക്ഷപ്പെട്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് ഈ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് കയറിയിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ ഭീകരത അത് എത്രത്തോളം ഉണ്ടായിരുന്നു, എത്ര വലിയ കാറ്റാണ് വീശിയത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് 7 അംഗങ്ങളാണ് ഈ വീട്ടിലുള്ളത്. ഈ ഒരു വീടിന്റെ അവസ്ഥയാണ് SK ഈ കാണുന്നത്. മറ്റ് 5 വീടുകളും ഇതിലേക്കാളും പരിതാപകരമായിട്ടുള്ള രീതിയിലാണ് ആ വീടുകളും കിടക്കുന്നത്. മേൽക്കൂരയെല്ലാം താഴേക്ക് വീണിട്ടുണ്ട്. ഈ നമ്മൾ കിടക്കുന്ന മുറി, ആ കിടപ്പുമുറിയിലെ മേൽക്കൂരകളെല്ലാം തകർന്ന ഓടുകളൊക്കെ താഴേക്ക് വീണ് കിടക്കുന്നതൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ഭീകരമായിട്ട് നമ്മൾ എടുത്ത് കാണിക്കുന്നത് അടുക്കളയാണ്. അടുക്കളയിൽ ഉണ്ടായിരുന്ന ആ ഷീറ്റ് മുഴുവനായിട്ടും താഴേക്ക് നിലം പതിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ താമസയോഗ്യമല്ലാത്ത രീതിയിലാണ് ഇവിടേക്ക് നിലം പതിച്ചിരിക്കുന്നത്. ആ രീതിയിൽ വളരെ ഭീകരമായിട്ടുള്ള കാറ്റായിരുന്നു വീശിയിട്ടുണ്ടായിരുന്നത്. അല്പസമയം മാത്രമാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ കാറ്റ് പോയതുകൊണ്ടാണ് അത് ഈ പുറകുവശം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇത് വീശുന്നതും. അതുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു അപകടം, ആളുകളിലേക്കൊരു വലിയ അപകടം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമാണ്. പക്ഷേ വീടുകളെല്ലാം പൂർണ്ണമായിട്ടും നശിച്ചു കിടക്കുന്ന രീതിയിലേക്കാണ്. ചേട്ടാ ഈ വീട്ടിലാണെന്ന് തോന്നുന്നു താമസിക്കുന്നത്? എപ്പോഴത്തേക്കും സംഭവം നടക്കും? ഇതൊരു 1:15 മണിയായിട്ടുണ്ട്. ഞാനും അപ്പനും അമ്മയും ഭാര്യയും 3 മക്കളും കൂടിയാണ്. ഞങ്ങൾ 7 പേരടങ്ങുന്ന കുടുംബമാണ്. അപ്പോൾ ഞാൻ സാധാരണ വള്ളത്തിൽ പോകുന്നതുകൊണ്ട് ചെല്ലാന ഹാർബറിൽ ഷാരോൺ വള്ളം എന്ന് പറഞ്ഞ വള്ളത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വള്ളത്തിൽ പോകുന്നതുകൊണ്ട് ഞാൻ നേരത്തെ മാറി കിടക്കും. അപ്പോൾ ഇന്നലെ ഏകദേശം ഒരു 9-9:30 നമ്മൾ കിടന്ന് ഏകദേശം ഒരു 12:30 മോനൊന്ന് എണീറ്റായിരുന്നു. പുറത്തേക്ക് പോകണമെന്ന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴൊന്നും കാലാവസ്ഥ വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഒരു 1:15 മണിയോടുകൂടി ഭയങ്കര ശബ്ദം ഇങ്ങോട്ട് വരികയായിരുന്നു. ശബ്ദം വന്നിട്ട് എന്താണ് സംഭവിക്കണമെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഞങ്ങളുടെ റൂം തുറന്ന് പുറത്തേക്ക് വന്നു. പിന്നെ മേലിൽ നിന്ന് ഷീറ്റുകളും സീലിങ്ങുകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. പിന്നെ ഞങ്ങൾ പിള്ളേരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഓടി പുറത്തേക്ക് ചാടി. ആർക്കും അപകടമൊന്നും ഇല്ല, ആർക്കും അങ്ങനെ പരിക്കുകളൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ താമസിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം. എവിടേക്കും ഇപ്പോൾ ഇന്നലെ രാത്രി ചേട്ടൻ്റെ വീട്ടിലാണ് കഴിഞ്ഞത്. ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുക്കളയൊക്കെ മൊത്തം തകർന്നു പോയിക്കണേ. അതുകൊണ്ട് ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അവരവസ്ഥയിൽ നിൽക്കുകയാണ്. മക്ക 2 പേരും, ഒരാൾ +2 പഠിക്കണം, ഒരാൾ 10ാം ക്ലാസ് SSLC പരീക്ഷ എഴുതുന്നു. 2 പേരും പരീക്ഷയുടെ ഇതിലാണ്. കഴിഞ്ഞ രാത്രി മുഴുവനും പിള്ളേർ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും എക്സാമിന് പോകാൻ വേണ്ടി ഒരാൾ എക്സാമിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ സഹായിക്കണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. അങ്ങനെ തന്നെയാണ്. വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ച കൂടിയാണ്. കാരണം ടെട്രാപോഡുകളുടെ നിർമ്മാണം അദ്ദേഹത്തോട് പറയാം, നമ്മളിപ്പോൾ 3 വീടുകളല്ലേ തകർന്നു പോയിരിക്കുന്നത്. ചെല്ലാനത്ത് 24 3 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞേക്കും. അവരോട് സങ്കടപ്പെടേണ്ട, അവരോടൊപ്പം നമ്മളുണ്ടെന്ന് പറഞ്ഞേക്കാം. SK സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. SK ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഈ തകർന്നു കിടക്കുന്ന ഈ വീടുകൾ അത് 24 ആ വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് SK അറിയിച്ചു. വളരെ നന്ദി. അതിന് നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും SKനോട് തീർത്തും നന്ദി പറയുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഈ അപകടം ഉണ്ടായത് തന്നെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളെ അറിയിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ വാർഡ് മെമ്പറിനെ അറിയിച്ച്, നമ്മുടെ ബ്ലോക്ക് മെമ്പർ ജിനുവിനെ അറിയിച്ച്, പിന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ആൾക്കാരെയൊക്കെ എല്ലാവരും മുഴുവൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് എല്ലാവരും തന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ തീർത്തും സന്തോഷം. എന്തായാലും ആ സങ്കടകരമായ ആ സമയത്താണ് നമ്മുടെ കണക്കിൽ ചേർത്തുള്ളൂ. ആൻമരിയ സണ്ണ ഈ 3 കുടുംബത്തിനോടും അറിയിച്ചേക്കാം നമ്മൾ എത്രയും പെട്ടെന്ന് 3 വീടുകൾ അവർക്ക് നിർമ്മിച്ചു കൊടുക്കും എന്നുള്ളത്.
ഓക്കെ, താങ്ക് യു ആൻമരിയ. ചെല്ലാനത്തെ ആളുകളുടെ കണ്ണീരിൻ്റെ സ്പർശം നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.